നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് രാജീവ് ചന്ദ്രശേഖർ. സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നത് കോൺഗ്രസിന്റെ DNA എന്നും സംസ്ഥാന അധ്യക്ഷൻ. വോട്ട് ചേർക്കൽ വിവാദത്തിൽ B. ഗോപാലകൃഷ്ണനെ തള്ളിയ രാജീവ് ചന്ദ്രശേഖർ CPIM-ഉം സംസ്ഥാന സർക്കാരും അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതിനെ പരിഹസിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുക എന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ച തൊട്ടിൽ കെട്ടി പ്രതിഷേധിച്ചു. പൊതുപ്രവർത്തകർ വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും ക്രിസ്റ്റൽ ക്ലിയർ ആകണമെന്ന് KPCC രാഷ്ട്രീയ കാര്യസമിതി അംഗം TN പ്രതാപൻ. സുരേഷ് ഗോപിയും കുടുംബവും തൃശൂരിൽ വോട്ട് ചേർത്തത് താമസ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാതെയെന്നും പ്രതാപൻ. ഗുരുവായൂർ ക്ഷേത്രകുളത്തിൽ റീൽസ് ചിത്രീകരിച്ച സംഭവത്തിൽ മാപ്പ് പറഞ്ഞ് ഇൻഫ്ലുവൻസറും റിയാലിറ്റി ഷോ മത്സരാർത്ഥിയുമായിരുന്ന ജാസ്മിൻ ജാഫർ. മാപ്പ് ചോദിച്ചത് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച സ്റ്റോറിയിലൂടെ. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച തെറ്റെന്ന് ജാസ്മിൻ. പതിമൂന്ന് വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി ലൈംഗിക പീഡനം നടത്തിയ കേസിൽ 19-കാരന് 38 വർഷം കഠിന തടവ് ശിക്ഷ. വെങ്കിടങ്ങ് സ്വദേശി വെട്ടേക്കാട്ട് വീട്ടിൽ നവീൻ കൃഷ്ണയെയാണ് ചാവക്കാട് പ്രത്യേക അതിവേഗ കോടതി ശിക്ഷിച്ചത്. വിശദമായ വാർത്തയിലേക്ക്. വോട്ട് ചേർക്കൽ വിവാദത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. ഗോപാലകൃഷ്ണനെ തള്ളി BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗോപാലകൃഷ്ണൻ പറഞ്ഞത് പാർട്ടി നിലപാടല്ല. ജയിക്കേണ്ട മണ്ഡലങ്ങളിൽ കാശ്മീരിൽ നിന്നുവരെ ആളുകളെ കൊണ്ടുവന്ന് വോട്ട് ചേർക്കും എന്ന് കഴിഞ്ഞ ദിവസം B. ഗോപാലകൃഷ്ണൻ പറഞ്ഞിരുന്നു. ഈ നിലപാടിനെയാണ് സംസ്ഥാന പ്രസിഡന്റ് തള്ളിക്കളഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാംഗത്വം എത്രയും വേഗം രാജിവെക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. സ്ത്രീകളെ ചൂഷണം ചെയ്യുക എന്നത് കോൺഗ്രസിന്റെ DNA ആണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഞാനിത് കേൾക്കുമ്പോൾ വളരെ ഒരു സർപ്രൈസ്ഡ് ഒന്നുമല്ല. കാരണം ഇത് കോൺഗ്രസിൻ്റെ ഒരു DNA ആണ്. എക്സ്പ്ലോയിറ്റേഷൻ, അഴിമതി, ഈ ഡൈനസ്റ്റി പോളിറ്റിക്സ്, ഈ മൂന്നും അതിൻ്റെ ഒപ്പം ഭീകരരാഷ്ട്രീയം ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ ഒരു DNAയിലാണ്. ചൂഷണവും അഴിമതിയും കുടുംബവാഴ്ചയും കോൺഗ്രസിന്റെ പതിവ് രീതിയാണ്. ഇന്ന് രാഹുൽ ചെയ്തത് മുൻപ് മറ്റു പല കോൺഗ്രസ് നേതാക്കളും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ സംസ്കാരമാണത്. അപ്പോൾ ഇന്ന് ഈ പുള്ളിക്കാരനാണ്, അതിനു മുമ്പ് വേറെ ആരായിരുന്നു? ഇത് ഇവരുടെ പാർട്ടീൻ്റെ ഒരു രീതിയും സംസ്കാരമാണെന്ന് ഞാൻ കൃത്യമായി ഇന്ന് പറയുന്നു, പാർട്ടി പറയുന്നു. ഇതിൽ രാഷ്ട്രീയമൊന്നുമല്ല, ഇത് സത്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് അവരുടെ ആഭ്യന്തര കാര്യം മാത്രമാണ്. എന്നാൽ സംശുദ്ധ രാഷ്ട്രീയക്കാരനായ, ചൂഷണം ചെയ്യാത്ത ഒരു ജനപ്രതിനിധിയെ വേണമെന്നത് പാലക്കാട്ടെ ജനങ്ങളുടെ അവകാശമാണ്. അക്കാര്യത്തിൽ പരാജയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രയും വേഗം MLA പദവി രാജിവെക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസിന് രാജിവെച്ചു, ഓക്കെ, അത് അവരുടെ ഇന്റേണൽ ഡിസിഷൻ. പക്ഷെ പാലക്കാട് ജനങ്ങൾക്ക് ഒരു അവകാശമാണ്, ഒരു ക്ലീൻ നോൺ എക്സ്പ്ലോയിറ്റിംഗ് MLA വേണം. അപ്പോൾ MLA പദ്ധതിയിൽ നിന്ന് രാജിവെക്കണമെന്ന് ഞങ്ങളുടെ നിർബന്ധമല്ല, പാലക്കാട് ജനങ്ങളുടെ ഒരു ആവശ്യമാണ്. കൃത്യമായി മുമ്പോട്ട് പോകും. MLA പൊസിഷന് ഇയാൾ രാജിവെക്കണം. ഒരു പബ്ലിക് എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് ഇത് ന്യായീകരിക്കുന്നത് എങ്ങനെയാണ്? CPM-കാരും ചെയ്തു. അപ്പോൾ CPM-കാർ ചെയ്താൽ ഇത് സത്യമായോ, ശരിയായോ, കറക്റ്റായോ? CPIM-ഉം സംസ്ഥാന സർക്കാരും അയ്യപ്പ സംഗമം നടത്തുന്നത് അറിഞ്ഞപ്പോൾ ചിരിക്കണോ കരയണോ എന്ന സംശയത്തിലാണ്. DMK സർക്കാരും സ്റ്റാലിനും ഹിന്ദു വികാരത്തിനെതിരെ എന്തെല്ലാം പറഞ്ഞുവെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് സ്റ്റാലിനെ മുഖ്യാതിഥിയായി ക്ഷണിച്ചതിനെ രാജീവ് ചന്ദ്രശേഖർ പരിഹസിച്ചു. ചിരിക്കണോ കരയണോ എന്നൊരു ആദ്യം ഒരു ഒരു ക്വസ്റ്റ്യൻ. എന്താണിത്? ശബരിമല ഭക്തന്മാരുടെ എതിരെ എന്ത് ചെയ്തു എന്ന് ജനങ്ങൾക്ക് ഇപ്പോൾ അറിയില്ലേ? സ്റ്റാലിൻ്റെ ഒരു മകൻ ഉദയനിധി സ്റ്റാലിൻ ഹിന്ദുക്കളെയും ഹിന്ദു സമുദായത്തിനെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഹിന്ദു ഫെയ്ത്തിൻ്റെ എതിരെ എത്ര പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യം ഇരട്ടത്താപ്പ് മാത്രമല്ല, ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രാഷ്ട്രീയം കൂടിയാണ്. സനാതന ധർമ്മത്തിനെതിരെ സുപ്രീം കോടതി വരെ പോയ ആളാണ് ഉദയനിധി സ്റ്റാലിനെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ഇത് ഇരട്ടത്താപ്പ് മാത്രമല്ല, ഇത് ജനങ്ങളെ വിഡ്ഢിയാക്കാൻ എത്രയോ കൊല്ലം ചെയ്യുന്ന ഇവരുടെ രാഷ്ട്രീയമാണ്. സ്റ്റാലിൻ ഒരു തവണയല്ല, സുപ്രീം കോർട്ട് വരെ ഈ കേസ് പോയതാണ്. ഹിന്ദു സനാതന ധർമ്മത്തിനെതിരെ എന്തെല്ലാം വാക്കുകൾ ഉപയോഗിച്ച പാർട്ടിയാണ് DMK.
എന്നിട്ട് ഇലക്ഷൻ്റെ 4 മാസം മുമ്പാണ് ഇപ്പോൾ അയ്യപ്പ സംഗമത്തിന് ചീഫ് ഗസ്റ്റായിട്ട് വരാൻ പോകുന്നത്. ജനങ്ങൾ വിഡ്ഢിയല്ല. സഖാവ് പിണറായി വിജയനോടും സഖാവ് സ്റ്റാലിനോടും പറയാൻ ആഗ്രഹിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രകുളത്തിൽ റീൽസ് ചിത്രീകരിച്ച സംഭവത്തിൽ മാപ്പ് പറഞ്ഞ് ഇൻഫ്ലുവൻസറും റിയാലിറ്റി ഷോ മത്സരാർത്ഥിയുമായിരുന്ന ജാസ്മിൻ ജാഫർ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച സ്റ്റോറിയിലൂടെയാണ് മാപ്പ് ചോദിച്ചത്. ജാസ്മിനെതിരെ ഗുരുവായൂർ ദേവസ്വം ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് താരം പരസ്യമായി മാപ്പ് പറഞ്ഞത്. വിവാദമായ റീൽ പേജിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്. എന്നെ സ്നേഹിക്കുന്നവർക്കും മറ്റുള്ളവർക്കും ഞാൻ ചെയ്ത ഒരു വീഡിയോ ബുദ്ധിമുട്ടുണ്ടാക്കിയതായി മനസ്സിലാക്കുന്നു. ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയോ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചോ ചെയ്തതല്ല. അറിവില്ലായ്മ കൊണ്ട് എൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായ തെറ്റിന് ഞാൻ എല്ലാവരോടും ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു എന്ന കുറിപ്പാണ് ജാസ്മിൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പങ്കുവച്ചത്. ഗുരുവായൂർ ക്ഷേത്രകുളത്തിലും സമീപത്തുമായി ചിത്രീകരിച്ച റീലാണ് പരാതിക്ക് കാരണമായത്. ഹൈക്കോടതിയുടെ ഉത്തരവ് ലംഘിച്ചാണ് റീൽസ് ചിത്രീകരിച്ചതെന്ന് ഗുരുവായൂർ ദേവസ്വം പരാതിയിൽ പറയുന്നു. പരാതി പോലീസ് കോടതിക്ക് കൈമാറിയിരിക്കുകയാണ്. പൊതുപ്രവർത്തകർ വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും ക്രിസ്റ്റൽ ക്ലിയറാകണമെന്ന് KPCC രാഷ്ട്രീയ കാര്യസമിതി അംഗം TN പ്രതാപൻ. സുരേഷ് ഗോപിയും കുടുംബവും തൃശൂരിൽ വോട്ട് ചേർത്തത് താമസ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാതെയെന്നും പ്രതാപൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുപ്രവർത്തകർ റോൾ മോഡലുകളാവേണ്ടവരാണ്. വ്യക്തിജീവിതവും പരസ്യജീവിതവും സൂക്ഷ്മതയോടെ കൊണ്ടുപോകാനാകണം. രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഗൗരവമുള്ളതാണെന്ന് AICC തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്റെ കൂടി നിലപാടാണ് KC വേണുഗോപാലും VD സതീശനും സണ്ണി ജോസഫും പറഞ്ഞിട്ടുള്ളത്. അക്കാര്യങ്ങളിൽ തങ്ങൾക്ക് ഒരു സ്റ്റാൻഡുണ്ട്. ഏത് പ്രസ്ഥാനങ്ങളിലുള്ളവരായാലും പൊതുപ്രവർത്തകർ മാതൃകയാകേണ്ടവരാണെന്നും വ്യക്തിജീവിതത്തിലും പൊതുപ്രവർത്തനത്തിലും അവർ കളങ്കരഹിതരാകണമെന്നും പ്രതാപൻ വ്യക്തമാക്കി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും വളരെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഈ ഉയർന്നു വന്ന ആരോപണങ്ങൾ ഗൗരവമുള്ളതാണെന്നും അതുകൊണ്ട് ഒരു ഘട്ടത്തിൽ സംഘടനാപരമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്, അനന്തര നടപടികൾ പാർട്ടി സ്വീകരിക്കും എന്ന് ഇന്നലെ AICC തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് രാജിവെച്ചത് സ്വമേധയാണെങ്കിലും ആ രാജിവെച്ചതിനെ കുറിച്ച് KC വേണുഗോപാലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായി വന്നിട്ടുണ്ട്. ഇന്നലെ വന്നിട്ടുണ്ട്. അത് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. അതിനകത്ത് ഞങ്ങൾക്കൊരു സ്റ്റാൻഡുണ്ട്. ഞങ്ങൾ പൊതുപ്രവർത്തകന്മാർ പാലിക്കപ്പെടേണ്ട വ്യക്തിജീവിതത്തിലും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ലൈംഗികാരോപണ വിവാദത്തിൽ പ്രതികരിക്കുകയായിരുന്നു പ്രതാപൻ. താമസ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാതെയാണ് സുരേഷ് ഗോപിയും കുടുംബവും തൃശൂരിൽ വോട്ട് ചേർത്തത്. ഇതിൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. ആവശ്യമായ രേഖകൾക്കായി ജില്ലാ കളക്ടർക്ക് വിവരാവകാശ നിയമപ്രകാരം അനിൽ അക്കര അപേക്ഷ നൽകുകയും ചെയ്തിരുന്നു. വിവരാവകാശ പ്രകാരം നൽകാൻ കഴിയില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭൗതിക സ്വത്താണെന്നുമാണ് മറുപടി ലഭിച്ചത്. കരട് വോട്ടർ പട്ടികയിൽ ആക്ഷേപങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം കൂട്ടിച്ചേർത്ത് ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതാണ് കൂട്ടിച്ചേർത്ത വോട്ടർ പട്ടിക. ഇതിൻ്റെ പകർപ്പ് വേണമെന്ന് കൂടി ആവശ്യപ്പെട്ടിട്ടാണ് അനിലക്കര ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രതിനിധിയായ ജില്ലാ ഇലക്ഷൻ ഓഫീസർ ജില്ലാ കളക്ടർക്ക് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയത്. എന്നാൽ ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ്റെ തൃശ്ശൂരിൻ്റെ പ്രതിനിധി എന്ന് പറയാവുന്ന ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ വിവരാവകാശ ഓഫീസർ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കുറിപ്പ് വിവരാവകാശ പ്രകാരം ഇത് നൽകാൻ കഴിയില്ല എന്നും ഇത് ഇലക്ഷൻ കമ്മീഷന് ഭൗതിക സ്വത്താണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തൃശൂരിൽ വോട്ട് ചേർക്കാൻ നൽകിയ രേഖകൾ വ്യാജമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമലംഘനം നടത്തിയെന്നും പ്രതാപൻ കൂട്ടിച്ചേർത്തു. ഒരു കാര്യം ഇതോടെ വ്യക്തമായി. തൃശ്ശൂരിൽ ചേർത്ത വോട്ടുകളിലൂടെ ചേർക്കാൻ വേണ്ടി സബ്മിറ്റ് ചെയ്ത രേഖകൾ വ്യാജവും വ്യാജ പ്രസ്താവനകളും വ്യാജ രേഖകളും നൽകിയാണ് തൃശ്ശൂരിൽ ഇപ്പോഴത്തെ പാർലമെന്റ് മെമ്പർ ഉൾപ്പെടെയുള്ളവരുടെ വോട്ടുകൾ ചേർത്തതെന്ന് വ്യക്തമായിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായം അറിയണം. ജുഡീഷ്യൽ അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ തയ്യാറാകണം. ജുഡീഷ്യൽ അന്വേഷണം നടത്തി രേഖകൾ പിടിച്ചെടുക്കണം. കൂട്ടിച്ചേർത്ത വോട്ടർ പട്ടിക തരാൻ എന്താണ് ബുദ്ധിമുട്ട്? ഔദ്യോഗിക രേഖയായി ലഭിക്കാനാണ് വിവരാവകാശ പ്രകാരം അപേക്ഷ നൽകിയതെന്നും പ്രതാപൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. AICC അംഗം അനിൽ അക്കര, KPCC സെക്രട്ടറി CC ശ്രീകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മരത്തിന്റെ കൊമ്പുകൾ വെട്ടുന്നതിനിടയിൽ ഏണിക്ക് മുകളിൽ നിന്നും വീണ് യുവാവിന് ദാരുണാന്ത്യം.
കാഞ്ഞിരക്കോട് തോട്ടുപാലം ആലത്തൂർ മനപ്പടി കുട്ടപ്പന്റെ മകൻ 33 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് മരത്തിന്റെ കൊമ്പ് വെട്ടുന്നതിനിടെ ഏണിയിൽ നിന്നും വീണാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ വിഷ്ണുവിനെ ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. തുടർന്ന് മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. രാധിക മാതാവും ജിഷ്ണു സഹോദരനുമാണ്. 13 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി ലൈംഗിക പീഡനം നടത്തിയ കേസിൽ 19-കാരന് 38 വർഷം കഠിന തടവും 96,000 രൂപ പിഴയും ശിക്ഷ. വെങ്കിടങ്ങ് ഇടിയഞ്ചിറ വെട്ടേക്കാട്ട് വീട്ടിൽ നവീൻ കൃഷ്ണയെയാണ് ചാവക്കാട് പ്രത്യേക അതിവേഗ കോടതി ജഡ്ജി എസ് ലിഷ കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത്. പലതവണ പെൺകുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ലൈംഗിക പീഡനം നടത്തിയെന്നാണ് കേസ്. പീഡന വിവരം കുട്ടിയുടെ പിതാവ് പാവർട്ടി പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചതിനെ തുടർന്ന് ഗ്രേഡ് സീനിയർ CPO ബിന്ദു പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ SI D വൈശാഖ് കേസ് രജിസ്റ്റർ ചെയ്തു. SHO MK രമേശ് തുടരന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് C നിഷ എന്നിവർ ഹാജരായി. ലൈസൺ ഓഫീസർമാരായ സിന്ധു, പ്രസീത എന്നിവർ കോടതി നടപടികൾ ഏകോപിപ്പിച്ചു. മാസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ടാറിംഗ് പൂർത്തിയാക്കിയ സംസ്ഥാനപാത പാറയംപാടത്ത് വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണ പൈപ്പ് പൊട്ടി. നീണ്ടകാലത്തെ യാത്രാ ദുരിതത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് പാറയംപാടം കുരിശു മുതൽ സെന്റർ വരെ ആധുനിക നിലവാരത്തിലുള്ള ടാറിംഗ് പൂർത്തിയാക്കിയത്. ടാറിംഗ് കഴിഞ്ഞ് മണിക്കൂറുകൾക്കകമാണ് ജലവിതരണ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാവുകയും റോഡ് തകരുകയും ചെയ്തത്. ഇതോടെ റോഡിൽ വെള്ളം പരന്നൊഴുകി വീണ്ടും ഗതാഗത തടസ്സം രൂപപ്പെട്ടു. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ ജനരോഷവും ശക്തമാവുകയാണ്. യുവാവിനെ മർദ്ദിച്ച് മൊബൈൽ ഫോണും ബൈക്കും ബലമായി എടുത്തുകൊണ്ടുപോയ കേസിൽ പ്രതി അറസ്റ്റിൽ. തിരുവത്ര കുന്നത്ത് വീട്ടിൽ 24 വയസ്സുള്ള നബീൽ ആണ് അറസ്റ്റിലായത്. ജൂലൈ 11-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം. കേസിൽ ഉൾപ്പെട്ടിരുന്ന 5 പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ചാവക്കാട് SHO VV വിമൽ, SI ശരത് സോമൻ, സീനിയർ CPO V അനീഷ്, CPO രജിത്ത് എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് മഹിളാ മോർച്ച തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റി തൊട്ടിൽ കെട്ടി പ്രതിഷേധിച്ചു. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമരം മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ലൈംഗിക ചൂഷണത്തിന് വിധേയരായ നിരവധി സ്ത്രീകൾ പരാതിപ്പെട്ടിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത കോൺഗ്രസ് നേതൃത്വം കേരളത്തിലെ സ്ത്രീകളോട് മാപ്പ് പറയണം. സ്ത്രീകൾക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒരു നിമിഷം ആ പദവിയിലിരിക്കാൻ അർഹനല്ലെന്നും ജനാധിപത്യത്തെ അപമാനിച്ച MLA രാജിവെക്കണമെന്നും നവ്യ ഹരിദാസ് പറഞ്ഞു. മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് ശീതൽ രാജ് അധ്യക്ഷയായി. BJP സംസ്ഥാന സെക്രട്ടറി അഞ്ജന രഞ്ജിത്ത്, BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ, മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ സിനി മനോജ്, RC ബീന, ശ്രീജ C നായർ, മഹിളാ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് മിനി അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് സത്യലക്ഷ്മി, സീന ശശി എന്നിവർ സംസാരിച്ചു. ഈസ്റ്റ് മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രിയ അനിൽ, വെസ്റ്റ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഭാഗീരഥി ചന്ദ്രൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. പഴഞ്ഞി പട്ടിത്തടം റോഡ് നന്നാക്കാൻ ഒടുവിൽ അധികൃതർ തയ്യാറായി. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി റോഡിലെ കുഴികളിൽ മെറ്റൽ വിരിച്ചു തുടങ്ങി. ടാറിംഗ് ഉടനടി പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ. കുണ്ടും കുഴിയും നിറഞ്ഞ പഴഞ്ഞി പട്ടിത്തടം റോഡ് യാത്രക്കാരെ വലച്ചിരുന്നു. റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് ഒട്ടേറെ സമരങ്ങളും ഇവിടെയുണ്ടായി. നടുവൊടിക്കുന്ന ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനയാത്രികർക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തൈലം വിതരണം ചെയ്തിരുന്നു. പ്രതിഷേധങ്ങൾക്കൊടുവിൽ റോഡിന്റെ ടാറിംഗ് പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. പൊതുയിടങ്ങളിൽ മാലിന്യം തള്ളിയവർക്കെതിരെ കർശന നടപടിയുമായി ചാവക്കാട് നഗരസഭ. മാലിന്യം വലിച്ചെറിഞ്ഞവർക്ക് 10,000 രൂപ പിഴ ചുമത്തി. ചാവക്കാട് നഗരസഭയിലെ 3-ാം വാർഡ് പുതിയറയിൽ മാലിന്യം തള്ളുന്നതിനെതിരെ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് കുറ്റക്കാരെ കണ്ടെത്തിയത്. മാലിന്യം തള്ളിയവരെ കൊണ്ട് തന്നെ അത് നീക്കം ചെയ്യിക്കുകയും 10,000 രൂപ പിഴ ചുമത്തുകയും ചെയ്തു. മാലിന്യ സംസ്കരണത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി MS ആകാശ് അറിയിച്ചു.
ഗുരുവായൂർ ക്ഷേത്രത്തിൽ വഴിപാടായി കളഭം പാക്ക് ചെയ്യുന്ന ഉപകരണം സമർപ്പിച്ചു. തമിഴ്നാട് സ്വദേശിയായ വൈദ്യനാഥനാണ് ഉപകരണം സമർപ്പിച്ചത്. പാക്കിംഗ് നടക്കുന്നതോടൊപ്പം തയ്യാറായ പാക്കറ്റുകളുടെ എണ്ണം കൂടി പ്രദർശിപ്പിക്കാനാകുന്നതാണ് മെഷീൻ. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, തന്ത്രി പി സി ദിനേശൻ നമ്പൂതിരിപ്പാട്, ഭരണസമിതി അംഗം സി മനോജ്, വഴിപാടുകാരൻ വൈദ്യനാഥൻ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ മെഷീൻ സ്വിച്ച് ഓൺ നിർവഹിച്ചു. ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ, അസിസ്റ്റന്റ് മാനേജർമാരായ പി കെ സുശീല, സി ആർ ലജുമോൾ, മെഷീൻ രൂപകൽപ്പന ചെയ്ത മുകുന്ദൻ, ചീഫ് സെക്യൂരിറ്റി ഓഫീസർ മോഹൻകുമാർ എന്നിവർ സന്നിഹിതരായി. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥിയും ഗണേശ സംഗീതോത്സവവും ആഗസ്റ്റ് 26, 27 തീയതികളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആഗസ്റ്റ് 26 ചൊവ്വാഴ്ച രാവിലെ 9:30 കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ഗണേശ സംഗീതോത്സവത്തിന് ഔപചാരികമായി തുടക്കം കുറിക്കും. 2 ദിവസങ്ങളിലായി നടക്കുന്ന സംഗീതോത്സവത്തിൽ 300-ൽ പരം സംഗീതാർത്ഥികളാണ് പങ്കെടുക്കുക. സോപാന വാനമ്പാടി, ഇരിങ്ങാലക്കുട ആശാ സുരേഷ്, ഗുരുവായൂർ ജ്യോതിദാസ്, ഡോക്ടർ ശ്രീദേവി അങ്ങാടിപ്പുറം, പയ്യന്നൂർ വത്സരാജ് തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കുന്ന സംഗീതോത്സവത്തിൽ വിവിധ ഉപകരണ സംഗീതങ്ങളും ഉണ്ടായിരിക്കും. 27-ാം തീയതി ബുധനാഴ്ച ചതുർത്ഥിയോടനുബന്ധിച്ച് വിശേഷാൽ മംഗല്യപൂജ ഉണ്ടായിരിക്കും. അന്നേ ദിവസം 10,000-ഓളം അപ്പം, അട, മോദകം എന്നിവ നിവേദിക്കും. വിനായക ചതുർത്ഥി, ഗണേശ സംഗീതോത്സവ ചടങ്ങുകളിൽ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പ്രസാദ ഊട്ട് ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് കെ കെ സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി, വൈസ് പ്രസിഡന്റ് ഒ എ പരമേശ്വരൻ, ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ, ഭരണസമിതി അംഗം അക്ഷയ് രഞ്ജൻ എന്നിവർ സംബന്ധിച്ചു. കടവല്ലൂരിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കടവല്ലൂർ പടിഞ്ഞാറ്റുമുറി കൊപ്പറമ്പത്ത് ചന്ദ്രന്റെ മകൻ 43 വയസ്സുള്ള ഉണ്ണികൃഷ്ണനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശനിയാഴ്ച രാവിലെ വീടിന് സമീപത്തുള്ള ബന്ധുവിന്റെ ആൾതാമസമില്ലാത്ത വീട്ടിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. നാട്ടുകാർ ഉടൻ തന്നെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സംസ്കാരം നടത്തി. മാലിന്യം തള്ളുന്നവരെ പിടികൂടാനായി സ്ഥാപിച്ച CCTV ക്യാമറ പൊന്തക്കാടിനുള്ളിൽ മറഞ്ഞ നിലയിൽ. പാഴ്പുല്ലുകൾ വളർന്നും വള്ളിച്ചെടികൾ പടർന്നും കാടുപിടിച്ചതോടെ നിരീക്ഷണ ക്യാമറ കാണാൻ കഴിയാത്ത സ്ഥിതിയായി. പെങ്ങാമുക്ക് കരിച്ചാൽക്കടവ് റോഡിന് സമീപം അധികൃതർ സ്ഥാപിച്ച ക്യാമറയ്ക്കാണ് ഈ ഗതികേട്. ഈ ഭാഗത്ത് മാലിന്യങ്ങൾ തള്ളുന്നത് പതിവായതോടെയാണ് റോഡരികിൽ ക്യാമറ സ്ഥാപിച്ചത്. പിന്നീട് ക്യാമറ സ്ഥാപിച്ചതിന്റെ സമീപം മാലിന്യങ്ങൾ തള്ളുന്നത് കുറഞ്ഞിരുന്നു. എന്നാൽ റോഡരികിലെ പാഴ്പുല്ലുകൾ വളർന്നതോടെ ക്യാമറ സ്ഥാപിച്ച തൂണും കാടുപിടിച്ചു. ഇതോടെ ക്യാമറ കാണാൻ കഴിയാതെയായി. പാഴ്പുല്ലുകൾ വെട്ടിമാറ്റാൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ചാവക്കാട് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക തൊഴിൽ മേള ഓഗസ്റ്റ് 25-ന് സംഘടിപ്പിക്കുമെന്ന് വൈസ് ചെയർമാൻ കെ കെ മുബാറക് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓണത്തിന് 1 ലക്ഷം തൊഴിൽ എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഉയരെ 2025 എന്ന പേരിൽ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നത്. രാവിലെ 10-ന് നഗരസഭയിലെ NV സോമൻ സ്മാരക ഹാളിൽ നടക്കുന്ന തൊഴിൽ മേള NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്യും. IT, അക്കൗണ്ടിംഗ്, റിസപ്ഷനിസ്റ്റ്, മാനേജർ, ഫാർമസിസ്റ്റ്, പാരാമെഡിക്കൽ, സോഷ്യൽ മീഡിയ, ബില്ലിംഗ്, ഫാഷൻ ഡിസൈനർ, സ്വീപ്പർമാർ, സെക്യൂരിറ്റി സ്റ്റാഫ്, ഡെലിവറി ബോയ്, ഡ്രൈവർമാർ തുടങ്ങിയ വിവിധ മേഖലകളിൽ നിരവധി തൊഴിലവസരങ്ങളാണ് മേളയിൽ ലഭ്യമാവുക. ചാവക്കാട് പരിസര പ്രദേശങ്ങളിലെ പ്രമുഖ ബാങ്കിംഗ് സ്ഥാപനങ്ങൾ, ജ്വല്ലറികൾ, ആശുപത്രികൾ, കൺവെൻഷൻ സെന്ററുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, മാളുകൾ തുടങ്ങിയ ഇടങ്ങളിലെ ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കും. തൊഴിൽ മേളയിൽ പങ്കെടുത്തുകൊണ്ട് സ്വപ്നജോലി ഉറപ്പാക്കാൻ എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് സംഘാടകർ അറിയിച്ചു. ചാവക്കാട് നഗരസഭ വളരെ വിപുലമായ മുന്നൊരുക്കത്തോടുകൂടി ഈ തൊഴിൽമേള സംഘടിപ്പിക്കുന്നത് ചാവക്കാട് പരിസര പ്രദേശത്തെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഈ അവസരം തൊഴിലന്വേഷകരായിട്ടുള്ള ചാവക്കാട്ടെയും പരിസര പ്രദേശങ്ങളിലെയും ആളുകൾ പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PS അബ്ദുൾ റഷീദ്, അഡ്വക്കേറ്റ് AV മുഹമ്മദ് അൻവർ, പ്രസന്ന രണദിവെ, ബുഷറ ലത്തീഫ്, കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ സാജിദ സലാം, കുടുംബശ്രീ സിറ്റി മിഷൻ മാനേജർ രഞ്ജിത്ത് അലക്സ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി വേലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. വേലൂർ പഴയ പോസ്റ്റ് ഓഫീസ് സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനം പുതിയ പോസ്റ്റ് ഓഫീസ് സെന്ററിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോലം കത്തിച്ചുകൊണ്ട് സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ജില്ലാ ജനറൽ സെക്രട്ടറി കെ.എസ്. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ. സനിൽകുമാർ അധ്യക്ഷനായി. മണ്ഡലം പ്രസിഡന്റ് ജിത്തു തയ്യൂർ, സംസ്ഥാന സമിതി അംഗം ഇ. ചന്ദ്രൻ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ വിഷ്ണു അമ്പാടി, സുരേന്ദ്രൻ വെള്ളർക്കാട്, മണ്ഡലം വൈസ് പ്രസിഡന്റ് മുകുന്ദൻ വേലൂർ, ഇൻചാർജ് സുഭാഷ് അദൂർ, വാർഡ് മെമ്പർ രേഷ്മ സുധീഷ്, പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സുരേഷ് തിരുത്തിയിൽ, വൈസ് പ്രസിഡന്റ് ടി.എസ്. സുമൻ എന്നിവർ സംസാരിച്ചു. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിന്റെയും ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കടങ്ങോട് കൈക്കുളങ്ങര രാമവാര്യർ സ്മാരക ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷീജ മേനോൻ പകർച്ചവ്യാധികളെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ക്ലാസ് എടുത്തു. മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ അപർണ പാലിയത്ത്, ഡോക്ടർ ഷീജ മേനോൻ എന്നിവർ രോഗികളെ പരിശോധിച്ചു. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് സൗജന്യമായി പ്രഷർ, ഷുഗർ പരിശോധനയും മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു. പഞ്ചായത്ത് അംഗം രമ്യ ഷാജി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ. മണി, പഞ്ചായത്ത് അംഗങ്ങളായ മൈമൂന ഷബീർ, ടെസി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. മണലൂർ നിയോജക മണ്ഡലത്തിൽ തരിശുരഹിത ഗ്രാമമാക്കാൻ തെരഞ്ഞെടുത്ത എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തനങ്ങൾ സജീവമാകുന്നു. 1-ാം വാർഡിൽ ശ്രീ ഗോകുലം പബ്ലിക് സ്കൂളിലാണ് പദ്ധതിക്ക് തുടക്കമായത്. ചിറ്റാട്ടുകര സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെയാണ് പദ്ധതിക്ക് ആവശ്യമായ നടീൽ വസ്തുക്കൾ വിതരണം ചെയ്തത്. വെണ്ട, തക്കാളി, പച്ചമുളക്, ചുരയ്ക്ക, വഴുതന എന്നീ പച്ചക്കറികളാണ് കൃഷിയിറക്കുന്നത്. നടീൽ ഉത്സവം മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി. ചിറ്റാട്ടുകര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അബ്ദുൽ ഹക്കീം, ഡയറക്ടർമാരായ മോഹനൻ വാഴപ്പിള്ളി, സുനിത വിജയൻ, സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ ലത മനോജ്, അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ സിതാര ധനനാഥ് എന്നിവർ സംസാരിച്ചു. തിരുനബിയുടെ 1500ാമത് ജന്മദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് പന്നിത്തട മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജുമാ മസ്ജിദ് ഗ്രൗണ്ടിൽ 15 പതാകകൾ ഉയർത്തി. മഹല്ലു പ്രസിഡന്റ് സിംല ഹസൻ, ഖത്തീബ് മുഹമ്മദ് സ്വാലി അൻവരി ചേകന്നൂർ എന്നിവരുടെ നേതൃത്വത്തിൽ മഹലിന്റെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ സ്വദേശത്തും വിദേശത്തുമായി നേതൃത്വം നൽകിയ സയ്യിദ് ഹബീബ് കോയത്തങ്ങൾ, പതിയിറക്കൽ ആലി മാസ്റ്റർ A.K. ഹംസ ഹാജി, സയ്യിദ് അലി ഇമ്പിച്ചിത്തങ്ങൾ, മുക്രി സയ്യിദ് മുഹമ്മദ് മൗലവി, മാമുട്ടി മങ്കുന്നത്ത്, അൽ അമീൻ ഉസ്മാൻ ഹാജി, പുരളിയിൽ അബൂബക്കർ, M.H. ഹമീദ്, സിദ്ദിഖ് ഹാജി, അബ്ദു ഹാജി, കരീം പന്നിത്തടം, പന്തലിങ്ങൽ ആലിക്കുട്ടി, മൊയ്തീൻകുട്ടി പാപ്പാളി, E.S. മുഹമ്മദ് കുട്ടി, സെയ്ദൂട്ടി എന്നിവർ സ്നേഹപ്രവാചകരുടെ 15 നൂറ്റാണ്ടിനെ വിളംബരം ചെയ്ത് പതാകകൾ ഉയർത്തി. റബി ക്യാമ്പയിന്റെ ഭാഗമായി ഒരു മാസം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. മഹല്ല് തല ഇഷ്ക് മജ്ലിസ്, മദ്ഹില്ലൈക്കാം പ്രഭാത സദസ്സ്, ഹുബ് നബി കുടുംബ സംഗമം, സ്നേഹ സൗഹൃദ സദസ്സ്, വീട്ടകം മൗലീദ് സഭ, സന്ദേശപത്രിക, തിരുനബി മെഗാ ക്വിസ്, മീലാദ് വിളംബര റാലി, ഘോഷയാത്ര, സീറ പാരായണം, വനിതാ പഠനവേദി, യൂത്ത് മീറ്റ്, കുരുന്നുകൂട്ടം, വിദ്യാർത്ഥികളുടെ കലാപരിപാടി, ഗ്രാൻഡ് മൗലീദ് മജ്ലിസ്, തബ്രുക് വിതരണം എന്നിവ സംഘടിപ്പിക്കും. ക്യാമ്പയിൻ ഉദ്ഘാടന പരിപാടിയിൽ ഭാരവാഹികളായ PM അബൂബക്കർ, MS ബഷീർ, KM ഹമീദ്, KA സത്താർ, MM ജമാൽ, SP ഉമ്മർ മൗലവി, ഖാജ ഹുസൈൻ അഷ്റഫി, AM ഷജീർ, PA ലത്തീഫ്, KH ഷക്കീർ, MA ഇബ്രാഹിം, VY മുഹമ്മദ് അലി, സ്വാഗത സംഘം ജനറൽ കൺവീനർ മുഹമ്മദ് അലി ലത്തീഫി, കോർഡിനേറ്റർ VS അബൂബക്കർ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം വൈസ്മാൻ ഇന്റർനാഷണൽ റോയൽസിന്റെ ആഭിമുഖ്യത്തിൽ കുന്നംകുളം ഗവൺമെന്റ് ബ്ലൈൻഡ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഓണക്കോടി സമ്മാനിച്ചു. വൈസ് വുമൺ DG ബിന്ദു അപ്പുമോൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് ഓണക്കോടികൾ വാങ്ങിക്കാനുള്ള തുക അംഗങ്ങൾ ചേർന്ന് സ്കൂൾ പ്രധാനാധ്യാപിക കൗസിയയ്ക്ക് കൈമാറി. കുന്നംകുളം റോയൽസ് പ്രസിഡന്റ് YM ബെൻസൺ വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി N ലത, വൈസ്മാൻ റോയൽസ് സെക്രട്ടറി CS ജീസൺ, വൈസ്മാൻമാരായ അജിത് M ചീരൻ, ജെറി ആൽബർട്ട്, ബിനോയ്, ട്രഷറർ സക്കറിയ ചീരൻ എന്നിവർ പങ്കെടുത്തു. അധ്യാപകരുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ PTA-യുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ വിജയോത്സവത്തിന്റെ ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു നിർവഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് സാബു ഐനൂർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ KT ഷാജൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. പ്രധാന അധ്യാപിക മേഴ്സി മാത്യു, പ്രിൻസിപ്പാൾ ജനീർ ലാൽ,
അധ്യാപകരായ ജയശ്രീ മെഹർ, PTA അംഗം സന്തോഷ് കൊളത്തേരി, സ്റ്റാഫ് സെക്രട്ടറി മഞ്ജു എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ അധ്യയന വർഷം SSLC പരീക്ഷയിൽ മുഴുവൻ A+ നേടിയ വിദ്യാർത്ഥികളെയും USS, NMMS പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെയും വിവിധ ക്ലാസുകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും മൊമെന്റോയും മെഡലും നൽകി അനുമോദിച്ചു. മുൻ പ്രധാനാധ്യാപിക ഹേമ ടീച്ചർ നൽകുന്ന ക്യാഷ് അവാർഡും വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചു. കണ്ടാണശ്ശേരിയെ മധുരമൂറുന്ന ഇശലുകളാൽ മയക്കി ഗസൽ സന്ധ്യ. കണ്ടാണശ്ശേരിയുടെ പാട്ടുകൂട്ടായ്മയായ മാക്കിന്റെ നേതൃത്വത്തിലാണ് ഗസൽ സന്ധ്യ അരങ്ങേറിയത്. चूलो तुम मेरा गीत अमर से चूलो मेरा गीत अमर മാക്ക് മന്ദിരത്തിൽ നടന്ന ഗസൽ സന്ധ്യയുടെ ഉദ്ഘാടനം സാംസ്കാരിക പ്രവർത്തകനും ഗുരുവായൂർ പൈതൃകത്തിന്റെ സാരഥിയുമായ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് ഉദ്ഘാടനം ചെയ്തു. മാക് പ്രസിഡന്റ് സത്യാനന്ദ് കെ ശങ്കർ അധ്യക്ഷനായി. സെക്രട്ടറി അജയ് ഘോഷ്, കോർഡിനേറ്റർ ജവഹർ വെട്ടത്ത്, ജസ്റ്റിൻ തൃശൂർ, ടോണി കുര്യച്ചിറ, P. ഗോപാലകൃഷ്ണൻ നായർ എന്നിവർ സംസാരിച്ചു. പ്രശസ്ത ഗസൽ ഗായകൻ സിറാജ് അമൽ നയിച്ച ഗസൽ സന്ധ്യയിൽ പ്രസാദ് പൊന്നാനി, പ്രശാന്ത് തൃശൂർ, ആര്യ സുഭാഷ് തുടങ്ങിയ പ്രഗത്ഭ ഗായകരും പങ്കെടുത്തു. പണ്ടു 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 നിന്നെ കണ്ട നാളയ്യ, പാട്ടുപാടാനറിയാത്ത താമരക്കിളി നീ, കാണാനിന്നു വന്ന നേരം കാട്ടുപക്ഷിയല്ല നീ, കാണാനിന്നു വന്ന നേരം കാട്ടുപക്ഷിയല്ല നീ, വീണ മീട്ടി പാടിടുന്ന സുന്ദരിയല്ലോ സുന്ദരിയല്ലോ. കാതിന് ഇമ്പം പകരുന്ന സംഗീത വിരുന്നിൽ പങ്കെടുത്തവരുടെ ആസ്വാദക മനസ്സുകൾ നിറച്ചാണ് ഗസലുകൾ പെയ്തിറങ്ങിയത്. പാടിപ്പതിഞ്ഞ ഗസലുകൾ മനസ്സിൽ സംഗീതത്തിന്റെ കുളിരായി പെയ്തിറങ്ങി. തബലയിൽ അജയ് ഘോഷും, സിത്താറിൽ ഉസ്താദ് അഹമ്മദ് ഇബ്രാഹിമും, ഫ്ലൂട്ടിൽ ഷാജു നിലമ്പൂരും, ഗിറ്റാറിൽ സത്യാനന്ദ് കെ ശങ്കറും, റിതം പാഡ് സുധാമണി കാരമുക്കും ബെന്നി തൃശൂരും ഗസൽ രാവിനെ സംഗീത സാന്ദ്രമാക്കാൻ പിന്നണിയിലുണ്ടായിരുന്നു. നിറഞ്ഞ സദസ്സാണ് ഗസൽ സന്ധ്യ ആസ്വദിക്കുന്നതിനായി എത്തിച്ചേർന്നത്. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെയും സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ മെൻസ്ട്രൽ കപ്പ് വിതരണവും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. 2024-25 പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആവശ്യപ്പെട്ട മുഴുവൻ ഗുണഭോക്താക്കൾക്കും മെൻസ്ട്രൽ കപ്പ് സൗജന്യമായി നൽകി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, മെമ്പർമാരായ റീന വർഗീസ്, മാഗി അലോഷ്യസ്, MC ഐജു, CDS ചെയർപേഴ്സൺ നകുല പ്രമോദ്, PHN NP ലിസി, ഡോക്ടർ AK ടോണി, ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചൊവ്വന്നൂർ ബ്ലോക്ക് സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ സാഹിത്യ സെമിനാർ നടത്തി. സെമിനാറിൽ കടവലൂർ യൂണിറ്റ് സെക്രട്ടറി സുലൈമാൻ കൂടല്ലൂരിന്റെ ഡോക്ടർ വേലായി എന്ന ചെറുകഥ അവതരിപ്പിച്ചു. CK സദാനന്ദൻ, PR സത്യപാലൻ, KB തമ്പി, M ഫിലിപ്പോസ്, KK സുകുമാരൻ, ഷാജി K ജോർജ്, C നാരായണൻ തുടങ്ങിയവർ കഥ ആസ്വാദന ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് വൈക്കം മുഹമ്മദ് ബഷീർ രചനകളിലെ ജീവിത ദർശനം എന്ന വിഷയത്തിൽ രഘുനാഥൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ഹരിനാരായണൻ മാസ്റ്റർ മോഡറേറ്ററായ യോഗത്തിൽ ബ്ലോക്ക് സെക്രട്ടറി PV ചാക്കോച്ചൻ, പ്രസിഡന്റ് ശ്രീധരക്കുറുപ്പ്, സാംസ്കാരിക വേദി കൺവീനർ ശക്തിധരൻ മാസ്റ്റർ, ട്രഷറർ ആലിസ് എന്നിവർ സംസാരിച്ചു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 27 നടത്തുന്ന ഗണേശോത്സവത്തിന്റെ പ്രധാന വിഗ്രഹത്തിന് ഗുരുവായൂർ മഞ്ജുളാൽ പരിസരത്ത് സ്വീകരണം നൽകി. വാദ്യമേളങ്ങളോടും താലപ്പൊലിയോടും കൂടിയാണ് വിഗ്രഹത്തിന് സ്വീകരണം നൽകിയത്. തുടർന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേനടയിൽ വിഗ്രഹം സ്ഥാപിച്ചു. ഇനിയുള്ള 4 ദിവസം ഗണപതി ഹോമം, ഭജന, ദീപാരാധന എന്നിവ നടത്തി വിഗ്രഹത്തെ ചൈതന്യവത്താക്കി നിമജ്ജനയോഗ്യമാക്കി മാറ്റും. പ്രധാന ഗണേശ വിഗ്രഹത്തിനു മുൻപിൽ ഭക്തജനങ്ങൾക്ക് മുട്ടിറക്കുന്നതിനും മറ്റു വഴിപാടുകൾ നടത്തുന്നതിനും സൗകര്യമുണ്ട്. 24 വൈകിട്ട് ലൈബ്രറി ഹാളിൽ നടക്കുന്ന സാംസ്കാരിക സന്ധ്യയിൽ
മുരുകോപാസകനും LMRK സ്ഥാപകനുമായ രജിത് കുമാറിന് ഗണേശോത്സവ പ്രഥമ പുരസ്കാരം സമർപ്പിക്കും. മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരനാണ് പുരസ്കാരം സമർപ്പിക്കുക. സാംസ്കാരിക സന്ധ്യ അയ്യപ്പസേവാ സമാജം ദേശീയ ഉപാധ്യക്ഷൻ VK വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്യും. ഗണേശോത്സവത്തിൽ 300ഓളം വിഗ്രഹങ്ങൾ ഇത്തവണ നിമജ്ജനത്തിനുണ്ടാകും. 27-ന് ഉച്ചയ്ക്ക് 1:30 വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നിമജ്ജന ഘോഷയാത്ര ഗുരുവായൂരിൽ നിന്ന് ആരംഭിക്കും. മുതുവട്ടൂർ വഴി ചാവക്കാടെത്തി ദ്വാരക ബീച്ചിലെത്തിയാണ് നിമജ്ജനം. എരുമപ്പെട്ടി ചെങ്ങാലിക്കോടൻ ബനാന ഗ്രോവേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കരിയന്നൂരിൽ ആരംഭിച്ച ചെങ്ങാലിക്കോടൻ ബനാന ഹബിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ നിർവഹിച്ചു. വാർഡ് മെമ്പർ സതി മണികണ്ഠൻ അധ്യക്ഷയായി. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MK ജോസ്, കൃഷി ഓഫീസർ AV വിജിത, അസോസിയേഷൻ പ്രസിഡന്റ് KK സുരേഷ്, സെക്രട്ടറി AV ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. ചെങ്ങാലിക്കോടൻ നേന്ത്രക്കുലകളും കായവറവും ശർക്കര വരട്ടിയും ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളാണ് വിൽപ്പന നടത്തുന്നത്. 69ാമത് കേരള സ്റ്റേറ്റ് ജൂനിയർ അത്ലറ്റിക്സിൽ 4x100 റിലേയിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ മുഹമ്മദ് റയാനെ CPM മുതുവട്ടൂർ വെസ്റ്റ് ബ്രാഞ്ച് ആദരിച്ചു. ചാവക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉപഹാരം കൈമാറി. CPM ചാവക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PS അശോകൻ പൊന്നാട അണിയിച്ചു. മുതുവട്ടൂർ ബ്രാഞ്ച് സെക്രട്ടറി PA രാധാകൃഷ്ണൻ, ബ്രാഞ്ച് അംഗങ്ങളായ സജിനി, സുഗത, ഷാനിദ്, അരുണൻ, ഷോബി, ഷാഹുൽ, രാധാകൃഷ്ണൻ, നഹാസ് എന്നിവർ പങ്കെടുത്തു. മുതുവട്ടൂർ കറുപ്പംവീട്ടിൽ ബഷീറിന്റെയും ഷംലയുടെയും മകനാണ് ശ്രീകൃഷ്ണ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് റയാൻ. നിർധനരായ സഹജീവികൾക്ക് കൈത്താങ്ങാകുക എന്ന ലക്ഷ്യത്തോടെ പഴഞ്ഞി ഗവൺമെന്റ് സ്കൂളിലെ VHSE വിദ്യാർത്ഥികൾ ഇത്തവണയും ഉപ്പേരി ചലഞ്ച് സംഘടിപ്പിച്ചു. സ്കൂളിലെ NSSഉം മാർക്കറ്റിംഗ് ലാബും ED ക്ലബ്ബും സംയുക്തമായി കായവറുത്തതും ശർക്കര ഉപ്പേരിയും മൊത്തമായി വാങ്ങി 250 ഗ്രാമിന്റെ പാക്കറ്റുകളാക്കി മാറ്റി വിപണിയിലിറക്കി. അതിൽ നിന്നും ലഭിച്ച ലാഭമാണ് വിവിധ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും വൃദ്ധസദനത്തിലെ അമ്മമാർക്ക് ഓണപ്പുടവ സമ്മാനിക്കൽ, സ്കൂളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഓണക്കിറ്റ്, സഹപാഠിയുടെ വീടിന് മേൽക്കൂര പണിത് അറ്റകുറ്റപ്പണികൾ തീർത്ത് ഉപയോഗയോഗ്യമാക്കിയതും, ക്യാൻസർ രോഗികൾക്ക് വാട്ടർ ബെഡ് തുടങ്ങി ഒട്ടേറെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക അടിത്തറ കണ്ടെത്തിയത് ഉപ്പേരി ചലഞ്ചിലൂടെയാണ്. ഇത്തവണത്തെ ഉപ്പേരി ചലഞ്ചിന്റെ ആദ്യ വിൽപ്പന പ്രിൻസിപ്പൽ ജനീർലാലിന്റെ സാന്നിധ്യത്തിൽ സ്കൂൾ വൈസ് ചെയർപേഴ്സൺ അലീന അഭി, NSS വളണ്ടിയർ ലീഡർ നസ്വ ഫാത്തിമ, യാദവ് കൃഷ്ണ എന്നിവർ ചേർന്ന് സ്കൂൾ PTA പ്രസിഡന്റ് സാബു ഐനൂരിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ ഇൻചാർജ് ലിൻസ് കൊള്ളനൂർ, രഞ്ജിത്ത്, സുജിത്, സുരേഷ്, ഗാഥ തുടങ്ങി VHSE അധ്യാപകരുടെയും 1ാം വർഷ വിദ്യാർത്ഥികളുടെയും പൂർണ്ണ സഹകരണത്തോടെയാണ് ഈ സംരംഭം വിജയത്തിലെത്തിച്ചത്. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജ് മലയാള വിഭാഗം ഫോക്ലോർ ദിനാചരണവും ഫോക്ലോർ ക്ലബിന്റെ ഈ വർഷത്തെ പരിപാടികളുടെ ഉദ്ഘാടനവും നടത്തി. വേലൂർ അർണൂസ് പാതിരി അക്കാദമി ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോർജ് തേനാടിക്കുളം ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ J. ബിൻസി അധ്യക്ഷയായി. ഫോക്ലോർ ക്ലബ് സെക്രട്ടറി ഭാവന സ്വാഗതവും 1ാം വർഷ MA മലയാളം വിദ്യാർത്ഥിനി അനക്ക നന്ദിയും പറഞ്ഞു. നാജിയ അവതാരകയായി. ദിനാചരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ എക്സിബിഷനും നാട്ടുഭക്ഷണവും ഒരുക്കിയിരുന്നു. INTUC കുന്നംകുളം ഫിഷ് മാർക്കറ്റ് യൂണിയന്റെ പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു. ഇന്ദിരാഭവനിൽ നടന്ന വാർഷിക പൊതുയോഗത്തിൽ നടന്ന ചർച്ചയിൽ പ്രസിഡന്റായി K. ജയശങ്കറിനെയും സെക്രട്ടറിയായി MM സലീമിനെയും ട്രഷററായി PM നിസാറിനെയും തെരഞ്ഞെടുത്തു. KK സുലൈമാൻ വൈസ് പ്രസിഡന്റ്, KK വിബീഷ് ജോയിന്റ് സെക്രട്ടറി, VA അസീസ് ലീഡർ, PP ഷക്കീർ പൂൾ ലീഡർ എന്നിവരായും 8 അംഗ എക്സിക്യൂട്ടീവ് മെമ്പർമാരെയും തെരഞ്ഞെടുത്തു. യോഗത്തിൽ PM നിസാർ വരവ് ചെലവ് കണക്കുകളും K. ജയശങ്കർ തൊഴിലാളി റിട്ടയർമെന്റ് ഫണ്ട് പദ്ധതി സമർപ്പണവും നടത്തി. പെരുമ്പടപ്പ് പുത്തൻപള്ളി ആണ്ടുനേർച്ചയോടനുബന്ധിച്ച് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഹോട്ടലുകൾ, ബേക്കറി, കൂൾബാറുകൾ, മത്സ്യ മാംസ മാർക്കറ്റുകൾ, മധുര പലഹാര നിർമ്മാണശാലകൾ തുടങ്ങിയ ഇടങ്ങളിൽ പരിശോധന നടത്തി. ലൈസൻസ് ഇല്ലാതെ വൃത്തിഹീനമായ രീതിയിൽ പ്രവർത്തിച്ച ഒരു ഹോട്ടൽ അടച്ചുപൂട്ടി. ഓണം അവധി കൂടി വരുന്നതോടെ പരിശോധന കർശനമാക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഹെൽത്ത് ഇൻസ്പെക്ടർ N. അബ്ദുൾ ജലീൽ, NV പ്രശാന്ത്, SV അനീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ രസതന്ത്ര വിഭാഗം അസോസിയേഷൻ ഉദ്ഘാടനവും പൂർവ്വ അധ്യാപക, അനധ്യാപക, വിദ്യാർത്ഥി സംഗമവും നടത്തി. പ്രിൻസിപ്പാൾ ഡോക്ടർ സിസ്റ്റർ J. ബിൻസി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ പ്രിൻസിപ്പാളും കെമിസ്ട്രി വിഭാഗം മേധാവിയുമായിരുന്ന ഡോക്ടർ സിസ്റ്റർ മോളി ക്ലെയർ അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പൂർവ്വ അധ്യാപക, അനധ്യാപകരെ ആദരിച്ചു. ഇന്ത്യൻ നോളജ് സിസ്റ്റവും കേരള നോളജ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട രസതന്ത്ര പ്രദർശനവും സംഘടിപ്പിച്ചു. സംസ്കൃത വിഭാഗം മേധാവിയും IKS കോർഡിനേറ്ററുമായ ഡോക്ടർ PG ജസ്റ്റിൻ എക്സ്പോ ഉദ്ഘാടനം ചെയ്തു.
പൂരത്തിന്റെയും ഓണത്തിന്റെയും വരവറിയിച്ചുകൊണ്ട് ആണ്ടിക്കളിയും പാട്ടുമായെത്തുന്ന വെസ്റ്റ് മങ്ങാട് ഉന്നതിയിലെ ജയൻ പാണാസിനെ ഫോക്ലോർ ദിനത്തിൽ നന്മ കുന്നംകുളത്തിന്റെ പഴഞ്ഞി യൂണിറ്റ് ആദരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് വിഷ്ണു ഭാരതിയൻ ജയനെ പൊന്നാട അണിയിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ഷീജ ക്യാഷ് അവാർഡ് നൽകി. കുന്നംകുളം മേഖലാ ട്രഷറർ ടി.എ. വേലായുധൻ, യൂണിറ്റ് സെക്രട്ടറി എം.ടി. പോൾസൺ, ജില്ലാ കമ്മിറ്റി അംഗം എം.കെ. ബാലകൃഷ്ണൻ എന്നിവർ സന്നിഹിതരായിരുന്നു. രാസലഹരികൾക്കെതിരായി വെൺമേനാട് എം.എ.എസ്.എം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡ്രഗ് ഫ്രീ ജനറേഷൻ സെമിനാർ സംഘടിപ്പിച്ചു. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് എൻ.സി.സി. ഓഫീസർ മേജർ പി.ജെ. സ്റ്റാജു സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളിൽ വർദ്ധിച്ചുവരുന്ന മാനസിക സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ യോഗ, റുബിക്സ് പരിശീലനം, വായന തുടങ്ങിയ ശീലങ്ങളിലേക്ക് കടന്നുവരണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പി.ടി.എ. പ്രസിഡന്റ് മുഹമ്മദ് സിംല അധ്യക്ഷനായി. എം.പി.ടി.എ. പ്രസിഡന്റ് സബിത ഷാജി, പ്രിൻസിപ്പാൾ കെ.വി. ഷൈൻ, അധ്യാപകരായ കെ. ജിംല ജേക്കബ്, പി. സൽമാൻ ഖുർഷിദ് എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,315 രൂപ, പവന് 74,520 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 124 രൂപ. ചരമം ചെമ്മന്തിട്ട മടത്തിപ്പറമ്പിൽ ഗോവിന്ദൻ മകൻ പരമേശ്വരൻ നിര്യാതനായി. 84 വയസ്സായിരുന്നു. റിട്ടയേർഡ് പോസ്റ്റ് ഓഫീസ് ക്ലർക്കാണ് പരേതൻ. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. പരേതയായ അംബുജാക്ഷി ഭാര്യയും സജിത്ത്, ബിജി, സിജി എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. സ്ഥാനം രാജിവെക്കണമെന്ന് രാജീവ് ചന്ദ്രശേഖർ. സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നത് കോൺഗ്രസിന്റെ DNA എന്നും സംസ്ഥാന അധ്യക്ഷൻ. വോട്ട് ചേർക്കൽ വിവാദത്തിൽ ബി. ഗോപാലകൃഷ്ണനെ തള്ളിയ രാജീവ് ചന്ദ്രശേഖർ CPIM-ഉം സംസ്ഥാന സർക്കാരും അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതിനെ പരിഹസിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. സ്ഥാനം രാജിവെക്കുകയെന്ന് ആവശ്യപ്പെട്ട് മഹിളാ മോർച്ച തൊട്ടിൽകെട്ടി പ്രതിഷേധിച്ചു. പൊതുപ്രവർത്തകർ വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും ക്രിസ്റ്റൽ ക്ലിയർ ആകണമെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ. സുരേഷ് ഗോപിയും കുടുംബവും തൃശൂരിൽ വോട്ട് ചേർത്തത് താമസ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാതെയെന്നും പ്രതാപൻ. ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ റീൽസ് ചിത്രീകരിച്ച സംഭവത്തിൽ മാപ്പ് പറഞ്ഞ ഇൻഫ്ലുവൻസറും റിയാലിറ്റി ഷോ മത്സരാർത്ഥിയുമായിരുന്ന ജാസ്മിൻ ജാഫർ മാപ്പ് ചോദിച്ചത് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച സ്റ്റോറിയിലൂടെ. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച തെറ്റെന്ന് ജാസ്മിൻ. 13 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി ലൈംഗിക പീഡനം നടത്തിയ കേസിൽ 19-കാരന് 38 വർഷം കഠിന തടവ് ശിക്ഷ. വെങ്കിടങ്ങ് സ്വദേശി വെട്ടേക്കാട്ട് വീട്ടിൽ നവീൻ കൃഷ്ണയെയാണ് ചാവക്കാട് പ്രത്യേക അതിവേഗ കോടതി ശിക്ഷിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.